അപ്പോൾ ഇത്ര പവർഫുൾ പൊസിഷൻ ലോകത്ത് വേറെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലും ഇല്ല, ഡയറക്റ്റ്ലി ടു മൂവ് ദ സുപ്രീം കോർട്ട്. അപ്പോൾ ഇതൊക്കെ എൻഫോഴ്സ് ചെയ്താൽ നേരെ മറിച്ച് ഒരു ഹിന്ദു രാഷ്ട്രം ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ വളരെ ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള ഒരു ഒത്തോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നാൽ അത് പെട്ടെന്ന് എൻഫോഴ്സ് ചെയ്യും. ഒത്തോറിറ്റേറിയൻ രാജ്യങ്ങളിൽ എവിടെയും ഈ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സിനൊന്നും ടോളറേറ്റ് ചെയ്യില്ല. അവർക്കെല്ലാം ഒരു വൺ നേഷൻ, വൺ ഗവൺമെൻറ്, വൺ പീപ്പിൾ, വൺ ഇലക്ഷൻ, എല്ലാം വൺ ആണ്. എക്സെപ്റ്റ് വർണാസ് മസ്റ്റ് ബി 4, പക്ഷേ ബാക്കിയെല്ലാം മസ്റ്റ് ബി 1 എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതാണല്ലോ ഗോൾവൽക്കറിൻ്റെ ഒക്കെ റൈറ്റിങ്സിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇൻഫാക്ട് ഗോൾവൽക്കർ പറയുന്നത് ഈ റീജിയണൽ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ഒന്നും പാടില്ല, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആയിരിക്കണം. എന്നുവെച്ചാൽ എല്ലാവരും സംസ്കൃതവും ഹിന്ദിയും, ഹിന്ദി ഹിന്ദു ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ 3H3 എന്ന് പറയുമ്പോൾ അതിലൂടെയാണ് യൂണിഫൈ ചെയ്യാൻ എല്ലാവരും ഹിന്ദി as a language and culture, Hindu as a religion, Hindustan as the political structure. ഇതിലേക്കാണ് നമ്മൾ. അതിൽ ഫെഡറലിസത്തിന് ഒരു സ്ഥാനമില്ല. അപ്പം നമ്മൾ ഈ കാണുന്നത് വാസ്തവത്തിൽ ഒരു അക്കാഡമിക് ഡിബേറ്റ് അബൌട്ട് ഫെഡറലിസം ആൻഡ് യൂണിറ്ററി ഗവൺമെൻറ് ഒന്നുമല്ല. an attempt to convert India into ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓവർത്രോ ചെയ്തിട്ട് ഇവിടെ ഒരു വർണ്ണരാഷ്ട്രം, ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു വർണ്ണ വ്യവസ്ഥയിൽ അടിസ്ഥിതപ്പെട്ട രാഷ്ട്രമാണ്, അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ദ പ്രോജക്റ്റ് ദാറ്റ് ഇസ് ഗോയിങ് ഓൺ. അപ്പോൾ അതിൽ ഈ ഫെഡറലിസത്തിനൊന്നും ഒരു സ്കോപ്പും ഇല്ല.